അർത്ഥത്തിൽ വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും ഈ ഘട്ടത്തിലും LDFും CPMും പങ്കുവെക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF 110 സീറ്റിൽ വിജയിക്കുമെന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ ചെറിയ വോട്ടുകൾക്ക് കൈവിട്ട മണ്ഡലങ്ങൾ ഇക്കുറി തിരിച്ചുപിടിക്കും. കോഴിക്കോട് 13 മണ്ഡലത്തിലും LDF ജയിക്കും. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതിയെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ പൊതുവേ ഞാൻ പറയാം, പൊതുവെ വികസനം ജനങ്ങളിലെത്തിക്കാനും പൊതുരാഷ്ട്രീയം പൊതുവെ നല്ല സംവാദത്തോടു കൂടി അവതരിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ വികസനത്തിൻ്റെ രാഷ്ട്രീയം, പൊതുരാഷ്ട്രീയം ഇതൊക്കെ പൊതുവെ മന്ത്രിമാർ പറയാറുണ്ട്. അത് പൊതുവെ പറഞ്ഞ് പോകുന്ന സ്ഥിതിയാണ് പൊതുവെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റിലും LDF വിജയിച്ചു വരും എന്നാണ് പൊതുവെ ഇന്നലെ സ്പെഷ്യൽ ക്യാബിനറ്റിൽ ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തപ്പോൾ കണ്ടെത്തിയത്. കേരളത്തിൽ 110 സീറ്റിൽ LDF വിജയിച്ചു വരും. സെയ്ഫ് സൈനുൽ ആബ്ദീൻ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. സെയ്ഫ്, ഈ UDFും പ്രത്യേകിച്ച് VD സതീശൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ സെറ്റ് ചെയ്ത ഒരു 100 സീറ്റിന്റെ ഒരു പ്രചാരണം, ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു നരേഷൻ, അതിനെ പൊളിക്കാൻ ഈ അവസാന സമയത്ത് ഒരു 110 സീറ്റിലേക്ക് LDF കുതിക്കാൻ പോകുന്നു എന്ന ഒരു പുതിയ ഒരു സ്ട്രാറ്റജിയിലേക്ക് എത്തുകയാണ് LDFും CPMും. അപ്പോൾ അതിനുപോൽഫലകമായ രീതിയിൽ ഒരു പദ്ധതി രൂപരേഖ, സമയമില്ല എങ്കിൽ കൂടിയും അത് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നു. മന്ത്രിമാരോട് രംഗത്തിറങ്ങാൻ പറയുന്നു. മന്ത്രിമാർ നേരിട്ട് സർക്കാരിനെതിരെയുള്ള വികാരങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ അവരോട് ഇറങ്ങാൻ പറയുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ UDFിൻ്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിനെ പൊളിക്കാനോ പാകമുള്ള കെൽപ്പുള്ള ശേഷിയുള്ള ഒരു തയ്യാറെടുപ്പിനാണോ CPMും LDFും ഒരുങ്ങുന്നത്? അങ്ങനെയെങ്കിൽ ആ പദ്ധതി, മുഖ്യമന്ത്രി അവതരിപ്പിച്ച പദ്ധതിയുടെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? മുഖ്യമന്ത്രി ഏതാണ്ട് 3 മണിക്കൂറോളം ആ ചർച്ച നീണ്ടു നിന്നു. മുഖ്യമന്ത്രി കുറേ സമയമെടുത്താണ് മന്ത്രിമാർക്ക് മുന്നിലേക്ക് ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചത്. സൈഫുദ്ദീൻ അത് മന്ത്രിമാരോട് പറഞ്ഞില്ല, ഇന്ന കാര്യം പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞില്ല. മന്ത്രിമാരോടൊരു യോഗമുണ്ട് വരണം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി കടന്ന് സംസാരിച്ചില്ല. പക്ഷേ ഇതിൽ പങ്കെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മന്ത്രിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് കേരളത്തിൻ്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ തൊടുന്ന, അതിൽ ഓരോ മനുഷ്യജീവനെയും സകല ചരാചരങ്ങളെയും തൊടുന്ന രീതിയിലാണ് ആ പദ്ധതി രേഖ മുഖ്യമന്ത്രി തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് ഒരു മന്ത്രി പറഞ്ഞത്. കേരളത്തിൻ്റെ എല്ലാ സകലമാന മേഖലകളെയും അത് തൊടുന്നുണ്ട്. അത് IT മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ട്, പ്രചരണ രീതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, ഭാവി കാഴ്ചപ്പാടുകളെ കുറിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്, ജെൻസി പിള്ളേരെ എങ്ങനെ കയ്യിലെടുക്കാം അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്, യുവാക്കൾ എങ്ങനെ കൂടുതൽ ഈ അരാഷ്ട്രീയവാദ യുവാക്കളിൽ വളരുന്നത് എങ്ങനെ തടുക്കാം എന്ന തരത്തിലുള്ള പദ്ധതി രേഖ അതിനകത്ത് ഉണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ അത് മൊത്തം പറഞ്ഞു തീർക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു ഇന്നലെ സംസാരിച്ച ആൾക്ക്. അങ്ങനെ കേരളത്തിൻ്റെ സകല മേഖലകളിലേക്ക് തൊടുന്ന രീതിയിലാണ് ഈ പദ്ധതി രേഖ തയ്യാറാക്കിയിരിക്കുന്നത്.